നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ലേണിങ്ങിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും HSST എക്സാമിൻ്റെ തയ്യാറെടുപ്പിലാണെന്നറിയാം. സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ സിലബസിൽ അവസാനത്തെ 20 മാർക്കിലാണ്, സ്പെഷ്യൽ ടോപ്പിക്സിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. സോ ആ ഒരു ഭാഗം വളരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. ആ ഒരു ഭാഗത്ത് നിന്ന്, അഥവാ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ വളരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. അപ്പം കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ HSSTയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് വളരെ ടൈറ്റ് ആയിട്ടുള്ള, വളരെ ടഫ് ആയിട്ടുള്ള, ഏകദേശം ഒരു സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഭാഗം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം വളരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. അപ്പൊ എല്ലാവരും ക്ലാസ് എടുക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക. നമുക്ക് എന്താക്കാം, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഫ്രണ്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ നാൾ വഴികളാണ്. എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത്, ഭരണഘടനയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, ഭരണഘടന നിർമ്മാണ സമിതി എങ്ങനെയായിരുന്നു, ഭരണഘടന നിർമ്മാണ സമിതിയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയായിരുന്നു, അതിന്റെ ടാസ്കുകൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ഭരണഘടന പാസ്സാക്കിയത്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണ്, തുടങ്ങിയ ഭരണഘടന നിർമ്മിച്ച ആ ഒരു എൻറ്റയർ ആയിട്ടുള്ള പ്രൊസീജിയർ വളരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. സോ ലെറ്റ് us start the first topic, making of the constitution. So friends, before starting the class, let me ask you a question. What is a constitution? എന്താണ് ഒരു ഭരണഘടന? ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുണ്ട്, ബ്രിട്ടീഷ് ഭരണഘടനയുണ്ട്. ലോകത്തെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങൾക്കും, ജനാധിപത്യമായിക്കോട്ടെ ഏകാധിപത്യമായിക്കോട്ടെ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭരണഘടനയുണ്ട്. സോ എന്താണ് ഒരു ഭരണഘടന? ഓക്കെ, ഒരു ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് അഥവാ ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയാണ്, അടിസ്ഥാന പ്രിൻസിപ്പിൾസുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന നിയമസംഹിതയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് മാത്രമാണ് പറയുന്നത്? അല്ല, ദ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ് ഓഫ് ദ ഗവൺമെന്റ്. മാത്രമല്ല, ആ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ സ്ട്രക്ചർ പ്രതിപാദിക്കും. അഥവാ ആ രാജ്യത്തിന്റെ ഘടന, രാജ്യത്തിലെ ഗവൺമെന്റ് ഘടന ജനാധിപത്യ ഗവൺമെന്റ് ആണ്, അത് അല്ലെങ്കിൽ പാർലമെന്ററി ഗവൺമെന്റ് ആണോ, ഓക്കെ, അങ്ങനെ ഏത് ടൈപ്പ് ഗവൺമെന്റ്, ജനാധിപത്യമാണെങ്കിൽ ജനാധിപത്യം, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണോ, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണോ, ഏത് രൂപത്തിലാണ് ആ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഉള്ളത്. മാത്രമല്ല, ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ, ഓക്കെ, രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ പ്രതിപാദിക്കും. മാത്രമല്ല, അവരുടെ കർത്തവ്യങ്ങളും പ്രതിപാദിക്കും. ഇൻ എ ഹയർ ലോ, ഓക്കെ, ഇൻ എ ഹയർ ലോ മീൻസ് ഉയർന്ന നിയമം, ദാറ്റ് കനോട്ട് ബി യൂണിലാറ്ററലി ചേഞ്ച്, ഓക്കെ, അത് തോന്നിയതുപോലെ ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിയമസംഹിതയാണ് ഭരണഘടന. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസുകൾ പ്രതിപാദിക്കുന്ന, ഗവൺമെന്റിന്റെ സ്ട്രക്ചറും പ്രോസസ്സും പ്രതിപാദിക്കുന്ന, പൗരന്മാരുടെ അവകാശങ്ങളും കർത്തവ്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന നിയമസംഹിതയാണ് ആ രാജ്യത്തിന്റെ ഭരണഘടന. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസുകൾ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, ഈ രാജ്യം ഇങ്ങനെയായിരിക്കും, ഈ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസുകൾ നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ സ്ട്രക്ചർ ആൻഡ് പ്രോസസ് ഓഫ് ദി ഗവൺമെന്റ്, അല്ലെ, ഇന്ത്യയിലെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റുകളുടെ സ്ട്രക്ചർ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളും സ്ട്രക്ചറുകളും പ്രോസസ്സുകളും ഭരണഘടനയിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ, ഇന്ത്യൻ പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങളായ മൗലികാവകാശങ്ങളെ പറ്റും അടിസ്ഥാന കർത്തവ്യങ്ങളായിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങളെ പറ്റിയും ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഭരണഘടന എന്താണ്, ഒരു ഹയർ ലോ ആണ്. തോന്നിയതുപോലെ ഭരണഘടനയിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ല. അതായത് സാധാരണ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയൊന്നും ഭരണഘടനയിൽ എന്ത് ചെയ്യാൻ പറ്റൂല,
മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾസുകളും ഗവൺമെന്റിന്റെ സ്ട്രക്ചറും അതേപോലെ പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന രാജ്യത്തെ ഏറ്റവും ഹയർ ലോ ആണ് ഭരണഘടന. ഓക്കെ, ദെൻ ഇൻ ഇന്ത്യ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ സുപ്രീം ലോ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും സുപ്രീം ലോ ഇന്ത്യൻ ഭരണഘടനയാണ്. ദെൻ ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ഓൺ 26 നവംബർ 1949. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് അഥവാ സ്വീകരിച്ചത്. ആ ടൈം ശ്രദ്ധിക്കണേ, നമ്മൾ പുറകെ പഠിക്കും. ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച ദിവസം, അഡോപ്റ്റ് ചെയ്ത ദിവസം 1949 നവംബർ 26. പക്ഷെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പൊ ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച തീയതി 1949 നവംബർ 26. പക്ഷെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അതാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ എന്താക്കുന്നത്, ആഘോഷിക്കുന്നത്. ഈ രണ്ട് ഡേറ്റിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് പുറകെ ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ഒരു ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ നമുക്ക് വേണം. അതിനാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, ഒന്നും എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല, പക്ഷെ ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് വരാം. മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് നിർമ്മിച്ചത്, ഭരണഘടനയുടെ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്ക് എന്താക്കാം, 1 by 1 ആയിട്ട് വിലയിരുത്താം. അപ്പം ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണ് ഭരണഘടന വേണം എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമായിട്ട് ഒരു ഭരണഘടന വേണമെന്നും ആ ഭരണഘടന ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്നുള്ളൊരു ചിന്ത 1930കളിലാണ് ഇന്ത്യയിൽ ഉണ്ടായത്. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. ഓക്കെ, സോ ഇറ്റ് വാസ് ഇൻ 1934 that the idea of constituent assembly for India was put forward for the first by M.N. Roy. 1934 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു M.N. റോയ്. സോ 1934 M.N. റോയ് ആണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്നുള്ള ഡിമാൻഡ് ബ്രിട്ടീഷുകാരുടെ മുമ്പാകെ ആദ്യമായിട്ട് ഉന്നയിച്ചത്. ഓക്കെ, അപ്പൊ ഇന്ത്യക്കാർക്ക് സ്വന്തമായ ഒരു ഭരണഘടന നിർമ്മാണ സമിതി വേണമെന്ന് ആദ്യമായി ഉന്നയിച്ചത് 1934 കമ്മ്യൂണിസ്റ്റുകാരനായ M.N. റോയ് ആണ്. തൊട്ടടുത്ത വർഷം 1935 ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒഫീഷ്യലി ഡിമാൻഡഡ്. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മാണ സമിതി വേണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 1935. അപ്പൊ ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് 34 റോയ് ആവശ്യപ്പെട്ടു, 35 കോൺഗ്രസും ആവശ്യപ്പെട്ടു, 38 ഇതേ ഡിമാൻഡ് ആരും ഉന്നയിച്ചു, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായ ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു. അതായത് നെഹ്റു ആവശ്യപ്പെട്ടത് ഔട്ട്സൈഡ് ഇന്റർഫിയറൻസ് ഇല്ലാതെ, ബ്രിട്ടീഷുകാരില്ലാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യക്കാർക്ക് വേണമെന്ന് നെഹ്റുവും ആവശ്യപ്പെട്ടു. ഓക്കെ അല്ലെ? അപ്പൊ 1934 റോയ് ആവശ്യപ്പെട്ടു, 35 കോൺഗ്രസ് ആവശ്യപ്പെട്ടു, 38 നെഹ്റു ആവശ്യപ്പെട്ടു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ എന്തെങ്കിലും ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാർ എന്താക്കാറില്ല, അംഗീകരിക്കില്ല. ഓക്കെ, 34 ആവശ്യപ്പെട്ടു, തന്നില്ല. 35 ആവശ്യപ്പെട്ടു, തന്നില്ല. 38 ആവശ്യപ്പെട്ടു, തന്നില്ല. പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്ത്യക്കാരുടെ ഡിമാൻഡ് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ 1940 the demand was finally accepted in principle by the British government in what is known as August Offer of 1914. 1940 ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി നൽകാമെന്ന് അവരെന്താ ചെയ്തു, ഇൻ പ്രിൻസിപ്പിൾ അഥവാ തത്വത്തിൽ അംഗീകരിച്ചു. നിങ്ങൾ നൽകാമെന്ന് അവർ പറഞ്ഞു, തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ 1940 ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് ഇന്ത്യക്കാരുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ഡിമാൻഡ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് അംഗീകരിക്കുന്നത്. അവർ അംഗീകരിച്ചുവെങ്കിലും എന്തായില്ല, നടപ്പിലായില്ല. കുറെ കാരണങ്ങളുണ്ട്. കാരണം ഈ ഓഗസ്റ്റ് ഓഫർ ഇന്ത്യക്കാർ തിരസ്കരിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഹിസ്റ്ററിയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം കുറെ കാലങ്ങളായിട്ട് ഇന്ത്യക്കാർ ആവശ്യപ്പെട്ടു. 1940 ഓഗസ്റ്റ് ഓഫറിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് അംഗീകരിച്ചുവെങ്കിലും നടപ്പിലാക്കിയില്ല. പിന്നീട് but it was not done effectively. Later in 1946 cabinet mission was sent to India. It put forth a scheme for constituent assembly. ഓക്കെ, പിന്നീട് 1946 ഇന്ത്യയിലേക്ക് ഒരു മിഷൻ വന്നു. ഓക്കെ, ആ മിഷന്റെ പേരാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പൊ 1946 ഓക്കെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വന്ന പിന്നെ ഒരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ഒരു 3 അംഗ മിഷൻ ആയിരുന്നു. സോ 1946
ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരികയും ഈ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നത്. ഓക്കെ അല്ലേ? അപ്പം 1934 റോയ് ആവശ്യപ്പെട്ടു, 35 കോൺഗ്രസ് ആവശ്യപ്പെട്ടു, 38 നെഹ്റു ആവശ്യപ്പെട്ടു, 1940 ഓഗസ്റ്റ് ഓഫറിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ചു. എങ്കിലും 1946 ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഭരണഘടന ഉണ്ടാക്കിയ ഭരണഘടനാ നിർമ്മാണ സമിതി വന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത്. ഓക്കെ, അപ്പം ഈ ക്യാബിനറ്റ് മിഷൻ ഒരു സ്കീം പറഞ്ഞിട്ടുണ്ട്, ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ട്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു രൂപത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നത്. ഓക്കെ, ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്തോളൂ, ആവശ്യം വരും. 3 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ വ്യക്തിയുടെ പേരാണ് പെത്തിക് ലോറൻസ്. ഓക്കെ, 3 പേരും ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ അംഗങ്ങളാട്ടോ. പെത്തിക് ലോറൻസ് ഉണ്ട്, പെത്തിക് ലോറൻസ് ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ഓക്കെ, പെത്തിക് ലോറൻസ് ഉണ്ട്. അതേപോലെ സ്റ്റഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മുമ്പും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ക്രിപ്സ് മിഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, മൂന്നാമത്തെ ആളാണ് എ വി അലക്സാണ്ടർ. ഓക്കെ, സർ പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ, ഈ 3 പേരാണ് ക്യാബിനറ്റ് മിഷൻ ഉണ്ടായിരുന്നത്. ഈ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ടു ബി 389. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മൊത്തം സ്ട്രെങ്ത് എത്രയാണ്? 389 ആണ്. ഓക്കെ, അതായത് അന്ന് ഇന്ത്യയിൽ 38 കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഓരോ 10 ലക്ഷത്തിനും ഒരു സീറ്റ് എന്ന രൂപത്തിലാണ് സീറ്റ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ 38 കോടി അഥവാ 39 മില്യൺ പോപ്പുലേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, 389 മില്യൺ പോപ്പുലേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 389 ഇൻറ്റു 10 ലക്ഷം അഥവാ 38 കോടി. ഓക്കെ, അത്ര ആളുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ 10 ലക്ഷത്തിനും ഒരു സീറ്റ് എന്ന രൂപത്തിലാണ് സീറ്റുകൾ കൊടുത്തത്. അങ്ങനെ മൊത്തം 389 സീറ്റുകൾ ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യയിൽ മൊത്തം 389 മില്യൺ പോപ്പുലേഷൻ അഥവാ 38.9 കോടി ജനങ്ങൾ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 389 സീറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മൊത്തം 389 സീറ്റ്. ഈ 389 സീറ്റുകൾ ഡിവൈഡ് ചെയ്തത്, ശ്രദ്ധിക്കാം, ഇന്നത്തെ ഇന്ത്യ അല്ല, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ. അന്ന് ഇന്ത്യയിൽ 2 രൂപത്തിലുള്ള പ്രദേശങ്ങളുണ്ട്. ഒന്ന് ബ്രിട്ടീഷ് പ്രൊവിൻസുകളുണ്ട്. ഓക്കെ, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ മദ്രാസ്, കൽക്കത്ത, ബോംബെ, ആസാം. ഓക്കെ, അതേപോലെ തന്നെ യുണൈറ്റഡ് പ്രൊവിൻസ് അഥവാ UP പോലെയുള്ള ബ്രിട്ടീഷ് പ്രൊവിൻസുകളുണ്ട്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസുകളുണ്ട്. ഓക്കെ, ഈ ബ്രിട്ടീഷ് പ്രൊവിൻസിൽ എല്ലായിടത്തും എന്തുണ്ടാവും? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും അഥവാ സംസ്ഥാന നിയമസഭ ഉണ്ടാവും. ഓക്കെ, അപ്പം ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, കൽക്കത്തയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അങ്ങനെ ഓരോ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിലും 11ഓളം ബ്രിട്ടീഷ് പ്രൊവിൻസുകളുണ്ട്. ആ 11ഓളം ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ എന്തുണ്ടായിരുന്നു? അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ ഉണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് പ്രദേശമാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അഥവാ നാട്ടുരാജ്യങ്ങൾ. ഓക്കെ അല്ലേ? അതായത് തിരുവിതാംകൂർ, ഹൈദരാബാദ് ഒക്കെ പോലെയുള്ള നാട്ടുരാജാക്കന്മാരുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അഥവാ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മൊത്തം 389 സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 389 സീറ്റിൽ 296 സീറ്റുകൾ ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷ് പ്രൊവിൻസുകൾക്ക് കൊടുത്തു. ബാക്കിയുള്ള 93 സീറ്റുകൾ ആർക്കും കൊടുത്തു? പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾക്കും കൊടുത്തു. ഓക്കെ അല്ലെ? അപ്പൊ അന്നത്തെ ഇന്ത്യയിൽ 389 മില്യൺ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് 389 സീറ്റുകൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നു. ഈ 389-ൽ 296 സീറ്റ് ബ്രിട്ടീഷ് പ്രൊവിൻസുകൾക്കും ബാക്കിയുള്ള 93 സീറ്റുകൾ ആർക്കും കൊടുത്തു? പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾക്കും കൊടുത്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. ഇനി അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ എന്തുണ്ട്? പിന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് അഥവാ സംസ്ഥാന നിയമനിർമ്മാണ സഭയുണ്ട്. ഈ സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് പിന്നെ ഭരണഘടന നിർമ്മാണ സമിതിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൽ ഇത്ര ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു കണക്കുണ്ട്. ആ അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്ന ആരായിരുന്നു? ആ സംസ്ഥാനങ്ങളിലെ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിലെ നിയമസഭകളാണ്. ആ നിയമസഭകൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് വന്നിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ് അഥവാ തെരഞ്ഞെടുക്കപ്പെടുന്ന, അല്ലെ, ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളാണ് ബ്രിട്ടീഷ്
പ്രൊവിൻസിൽ നിന്നും ഭരണഘടന നിർമ്മാണ സമിതിയിലേക്ക് വന്നത്. നേരെ മറിച്ച് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ 93 സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 93 അംഗങ്ങൾ ആരാണ്? അതാത് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാര് തെരഞ്ഞെടുക്കുന്ന, രാജാക്കന്മാർ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളാണ്. അതുകൊണ്ട് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നും ഇലക്ടഡ് മെമ്പേഴ്സ് അല്ല, മറിച്ച് ആരാണ്? നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നും ഇലക്ടഡ് മെമ്പേഴ്സ് ആണ്. നേരെ മറിച്ച് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നും നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. ഇനി നമ്മൾ പറഞ്ഞു ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളാണ് ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നും ഭരണഘടന നിർമ്മാണ സമിതിയിലേക്ക് വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് പ്രധാനമായിട്ട് 3 കമ്മ്യൂണിറ്റികൾക്കിടയിലാണ് ഇലക്ഷൻ നടത്തിയിരുന്നത്. ഒന്ന് മുസ്ലിംസിന് തിരഞ്ഞെടുക്കുന്നത് ആ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മുസ്ലിം മെമ്പേഴ്സ് മാത്രമായിരിക്കും. ഓക്കെ. അതേപോലെ മുസ്ലിംസ് ഉണ്ട്, സിഖ് ഉണ്ട്, അതുപോലെ സിക്കാരുണ്ട്. സിക്കാർ തിരഞ്ഞെടുക്കുന്നത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സിക്കാർ മാത്രമായിരിക്കും. then മുസ്ലിംസും സിഖ്സും അല്ലാത്ത ബാക്കി എല്ലാവരും എന്താണ്? ജനറൽ ആണ്. ബാക്കി എല്ലാവരും കൂടി ജനറൽ ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. ഓക്കെ അല്ലേ? അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ മൊത്തം 389 അംഗങ്ങളാണ്. അതിൽ ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നും 296 അംഗങ്ങൾ, 93 അംഗങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുമാണ്. ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നുള്ള 296 അംഗങ്ങൾ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ്. അതേപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള 93 അംഗങ്ങൾ എന്താണ്? നോമിനേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതി ഫുള്ളി ഇലക്ടഡ് ബോഡി അല്ല, ഫുള്ളി നോമിനേറ്റഡും അല്ല. പാർട്ട്ലി ഇലക്ടഡ് ആൻഡ് പാർട്ട്ലി നോമിനേറ്റഡ് ആണ്. കുറച്ച് ആൾക്കാർ ഇലക്ടഡ് ആണ്, കുറച്ച് ആൾക്കാർ നോമിനേറ്റഡ് ആണ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഈ 296 അംഗങ്ങളിൽ പ്രധാനമായിട്ട് 3 കമ്മ്യൂണിറ്റികളാണ് ഉണ്ടായിരുന്നത്: മുസ്ലിം, സിഖ്, ജനറൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ട്രക്ചർ അഥവാ ഘടന. ഓക്കെ, ഇനി നമുക്ക് നോട്ടൊന്ന് വേഗം വായിച്ചു പോകാം. ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ടു ബി 389. മൊത്തം 389 അംഗങ്ങളാണ്. അതിൽ 296 സീറ്റ്സുകൾ ബ്രിട്ടീഷ് ഇന്ത്യക്കും അഥവാ ബ്രിട്ടീഷ് പ്രൊവിൻസുകൾക്കും, 93 സീറ്റ്സുകൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനുമായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഈ 296 നമ്മൾ പറഞ്ഞു, 296 292 പ്രൊവിൻസുകൾക്കും ബാക്കി 4 ഓക്കെ, അങ്ങനെ ഇൻഡപ്റ്റായി പഠിച്ചു പോകുന്നവർക്ക് പറയാണ് 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് എന്ന് പറഞ്ഞൊരു ചില പ്രദേശങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ പോലെ അന്ന് സ്പെഷ്യലി ഭരിക്കുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട്. അജ്മീർ, കുടുക് പോലെയുള്ള ചില പ്രത്യേക പരിഗണനയുള്ള 4 പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങൾക്ക് പറയുന്ന പേരാണ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ്. ആ ചീഫ് കമ്മീഷൻ പ്രൊവിൻസസിൽ നിന്ന് 4 പേര്. ഓക്കെ, അപ്പൊ 4ഉം 292 മൊത്തം 296 അംഗങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും അഥവാ ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നും ഉള്ളത്. ഓക്കെ, മുന്നോട്ട് പോവാം. Then each province and princely states was to be allotted seats in proportion to their population. ഓരോ ബ്രിട്ടീഷ് പ്രൊവിൻസിനും അതുപോലെ നാട്ടുരാജ്യത്തിനും അവരുടെ പോപ്പുലേഷൻ ആനുപാതികമായിട്ടാണ് സീറ്റ് ഡിവൈഡ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മില്യനും, ഓരോ 10 ലക്ഷത്തിനും ഒരു സീറ്റ് എന്ന രൂപത്തിലാണ് സീറ്റുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. Then seats allocated to British province were to be divided among 3 principal communities, that is Muslim, Sikh and General. Okay, ബ്രിട്ടീഷ് പ്രൊവിൻസുകൾക്കുള്ള 296 അംഗങ്ങൾ അവർ പ്രധാനമായും 3 വിഭാഗത്തിൽപ്പെട്ടവരാണ്: മുസ്ലിം, സിഖ്, ജനറൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അതേപോലെ the representatives of each community were to be elected by members of that community in provincial legislative assembly. നമ്മൾ പറഞ്ഞു മുസ്ലിംസും സിഖും ജനറൽ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ തെരഞ്ഞെടുത്തിരുന്നത് ആ മതവിഭാഗക്കാരായിരുന്നു. Then the representatives of the princely states were to be nominated by the heads of the princely states. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ള അംഗങ്ങളെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു? നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതി ഫുള്ളി ഇലക്റ്റഡുമല്ല, ഫുള്ളി നോമിനേറ്റഡുമല്ല, പാർട്ട്ലി ഇലക്റ്റഡ്, പാർട്ട്ലി നോമിനേറ്റഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 1946 വന്ന ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പ്ലാന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. 1946 ഏകദേശം മാർച്ച് മാസമാണ് നമ്മുടെ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ വരുന്നത്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ പല സംസ്ഥാനങ്ങളിലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ ഇലക്ഷൻ ഒക്കെ നടന്ന് 1946 നവംബർ ആയപ്പോഴേക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നു. ഓക്കെ, 1946 മാർച്ചിൽ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ വന്നു. 1946 നവംബർ ആയപ്പോഴേക്കും ഭരണഘടന നിർമ്മാണ സമിതി നിലവിൽ വന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം.
ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി held its first meeting on December 9, 1946. 1946 ഡിസംബർ 9 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. ഓക്കെ അല്ലെ, ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 ദ മീറ്റിംഗ് വാസ് അറ്റൻഡഡ് ബൈ 211 മെമ്പേഴ്സ്. ഫസ്റ്റ് മീറ്റിംഗ് എത്ര പേര് പങ്കെടുത്തു? 211 മെമ്പേഴ്സ് പങ്കെടുത്തു. ഓക്കെ അല്ലെ, 1900 ഇപ്പം മൊത്തം 389 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. 389 അംഗങ്ങൾ ഒന്നും പങ്കെടുത്തില്ല. അനന്തര പേരാ പങ്കെടുത്തത്? 211 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ആദ്യത്തെ ദിവസം പിന്നെ എന്താണ്, ഒരു താൽക്കാലിക പ്രസിഡന്റ് വേണം അല്ലെ, പുതിയ അംഗങ്ങളൊക്കെ വന്നു, അപ്പം ഒരു ടെമ്പോററി പ്രസിഡന്റ് വേണം. അങ്ങനെ ഫസ്റ്റ് ദിവസം 1946 ഡിസംബർ 9 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഓക്കെ, അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റു. ഓക്കെ അല്ലേ. അപ്പോൾ 1946 ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. ശ്രദ്ധിക്കാം, അത് കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷം, വ്യക്തമായി പറഞ്ഞാൽ 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ഇലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഓക്കെ, 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്തായി തീർന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റു. സ്ഥിരം പ്രസിഡന്റായിട്ട് രാജേന്ദ്ര പ്രസാദ് ചുമതലയേറ്റു. അന്നേ ദിവസം തന്നെ 2 വൈസ് പ്രസിഡന്റുമാരും തിരഞ്ഞെടുത്തു. ആരൊക്കെയാണ്? HC മുഖർജി ആൻഡ് VT കൃഷ്ണാചാരി. ഓക്കെ അല്ലേ. അപ്പോൾ 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിര പ്രസിഡന്റായി ചുമതലയേറ്റു. HC മുഖർജിയും VT കൃഷ്ണാചാരിയും വൈസ് പ്രസിഡന്റുമാരായിട്ടും ചുമതലയേറ്റു. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് 2 വൈസ് പ്രസിഡന്റുമാര് ഉണ്ടായിരുന്നു. ഓക്കെ, മുന്നോട്ട് പോവാം. ഇനി 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ്, ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റായി. 2 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 1946 ഡിസംബർ 13 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു സാധനം അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഡേറ്റ് അടക്കം ഓർത്തിരിക്കണം. 1946 ഡിസംബർ 13 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു, അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഓക്കെ അല്ലേ. സോ വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ മലയാളം ലക്ഷ്യപ്രമേയം എന്നാണ്. അതായത് നമ്മൾ എന്തിനാ അവിടെ കൂടിയിരിക്കുന്നത്? ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കാനാണ് നമ്മൾ ഇവരെല്ലാവരും കൂടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഭരണഘടന എപ്രകാരമായിരിക്കണം, ഈ രൂപത്തിലായിരിക്കണം, അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കരട് വേണം അല്ലെ. നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്, ആ സാധനത്തിന് ഇങ്ങനെയായിരിക്കണം അതിന്റെ ഷേപ്പ്, അതിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ചില എലമെന്റ്സുകൾ വേണം, ഒരു ബേസിക് ആയിട്ടുള്ള പ്ലാനുകൾ വേണം. ഓക്കെ അല്ലെ. അതാണെന്ത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഓക്കെ അല്ലെ. അപ്പൊ 1946 ഡിസംബർ 13 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു, ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. സോ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലേ ഡൗൺ ദ ഫണ്ടമെന്റൽസ് ആൻഡ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫിയും അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൂല്യങ്ങളും എന്തിലുണ്ടായിരുന്നു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിന്നീട് ഭരണഘടന ഉണ്ടാക്കിയത്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. ദെൻ ശ്രദ്ധിക്കുക, ലേറ്റർ ഇറ്റ് ബിക്കേം ദ ബേസിസ് ഓഫ് ദ പ്രിയാമ്പിൾ. ഓക്കെ, പിന്നീട് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് എന്തായി മാറിയത്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ടുള്ള പ്രിയാമ്പിൾ ആയി മാറിയത്. ഓക്കെ, ഏകദേശം ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഫോമാണ് എന്തായി മാറിയത്? പ്രിയാമ്പിൾ ആയി മാറിയത്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. അപ്പം പ്രിയാമ്പിളിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പുറകെ പഠിക്കും. ഓക്കെ, സോ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ടുള്ള പ്രിയാമ്പിളിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. നമ്മൾ പുറകെ പഠിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പൊ 1946 ഡിസംബർ 13 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. Then this resolution was unanimously adopted by the Constituent Assembly on January 22, 1947. 1947 ജനുവരി 22 ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ത് ചെയ്തു?
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഐക്യകണ്ഠേന പാസ്സാക്കി. ഓക്കെ അല്ലേ? അപ്പൊ 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ചു. തൊട്ടടുത്ത മാസം 1947 ജനുവരി 22 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടനാ നിർമ്മാണ സമിതി പാസാക്കി. ഇനി മുതൽ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്താക്കുക, ഭരണഘടന ഉണ്ടാക്കുക. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഫിലോസഫിയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇനി നമ്മൾ എന്താക്കുക, ഭരണഘടന ഉണ്ടാക്കുക. സോ ഭരണഘടനയുടെ പ്രവർത്തനം ഇതോടുകൂടി ആരംഭിച്ചു. ഓക്കെ അല്ലേ? സോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വർക്കിംഗ് മനസ്സിലായല്ലോ. ഫസ്റ്റ് മീറ്റിംഗ്, അതേപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഡേറ്റ്, ഇതെല്ലാം ആ ഒരു ഓർഡർ തന്നെ എന്താക്കണം, കൃത്യമായിട്ട് എന്താക്കണം, പഠിച്ചു പോകണം. ഇവിടെ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? മുന്നോട്ട് പോകാം. ഇനി 1947 ജനുവരി 22 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടനാ നിർമ്മാണ സമിതി പാസ്സാക്കിയതോടുകൂടി ഭരണഘടനയുടെ പ്രവർത്തനങ്ങൾ എന്താക്കി, ആരംഭിച്ചു. ഓക്കെ, ഭരണഘടന ഉണ്ടാക്കാനുള്ള പ്രക്രിയകളൊക്കെ ആരംഭിച്ചു. സോ ഭരണഘടനയുടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളുണ്ട്. ആ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കമ്മിറ്റികൾ നിയമിച്ചു. സോ നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ 2 ടൈപ്പ് കമ്മിറ്റികളുണ്ട്. ഏതൊക്കെയാണ്? മേജർ കമ്മിറ്റികളുണ്ട്, മൈനർ കമ്മിറ്റികളുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കിയതോടുകൂടി നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടി. സോ ഭരണഘടനയുടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെ പറ്റിയിട്ട്, ഫോർ എക്സാമ്പിൾ മൗലിക അവകാശങ്ങൾ, അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെ ഓരോ വശങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ധാരാളം കമ്മിറ്റികൾ നിയമിച്ചു. 2 ടൈപ്പ് കമ്മിറ്റികളുണ്ട്, മേജർ കമ്മിറ്റികളുണ്ട്, മൈനർ കമ്മിറ്റികളുണ്ട്. സോ എത്ര മേജർ കമ്മിറ്റികൾ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. 8 മേജർ കമ്മിറ്റികളുണ്ട്. ഓക്കെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 8 മേജർ കമ്മിറ്റികളുണ്ട്. ദെൻ 17ഓളം, ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മതി, 17ഓളം മൈനർ കമ്മിറ്റികളും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ 8 മേജർ കമ്മിറ്റികളാണ് നോക്കുന്നത്. സോ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മേജർ കമ്മിറ്റീസ്. ഇവിടെ മേജർ കമ്മിറ്റികൾ ഏതൊക്കെയാണ്, അതിന്റെ അധ്യക്ഷന്മാർ ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓരോന്നോരോന്ന് പഠിക്കാം. ആദ്യത്തെ മേജർ കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കാരണം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നെഹ്റു തന്നെയാണ്. സോ നെഹ്റു ആയിരിക്കും യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് അധികാരങ്ങളെ പറ്റിയൊക്കെ പഠിച്ച കമ്മിറ്റിയാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. അതിന് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അടുത്ത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. അധ്യക്ഷൻ ആരാ? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി കൂടി ഉണ്ട്, താഴെ കൊടുത്തിരിക്കുന്ന 7ാമത്തെ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി. സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള 3 മേജർ കമ്മിറ്റികളുണ്ട്. ഏതൊക്കെ? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? മുന്നോട്ട് പോകാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട 3 കമ്മിറ്റികളാണ്, അടുത്ത കമ്മിറ്റികളാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. അതിന് അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഓക്കെ, അടുത്ത കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി നമ്മൾ പുറകെ പഠിക്കും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നമുക്ക് അറിയാം. ഓക്കെ, ആരാണ്? BR അംബേദ്കർ ആണ്. ദെൻ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി. അതായത് അധ്യക്ഷനാണല്ലോ റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി, നമ്മളൊരു ബസ് ഓടിക്കുമ്പോൾ ബസ്സിന്റെ മുന്നിലിരിക്കുന്ന നയിക്കുന്ന ആരാണ്? ബസ് ഡ്രൈവറാണ്, നേതാവാണ്. ഓക്കെ, എന്ന പോലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് തന്നെയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അപ്പൊ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പൊ 8 മേജർ കമ്മിറ്റികളിൽ 7 പറഞ്ഞു. ഇനി 8ാമത്തെ ഒരു കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ഇത് അത്യാവശ്യം വലിയൊരു കമ്മിറ്റി. ഇതിന്റെ പേരും അതേപോലെ തന്നെ ധാരാളം സബ് കമ്മിറ്റികളൊക്കെ ഉണ്ട്. അപ്പം പേര് പോലെ തന്നെ അത്യാവശ്യം വലുത് തന്നെയാണ് 8ാമത്തെ കമ്മിറ്റി. അപ്പൊ 8ാമത്തെ കമ്മിറ്റി ഒന്ന് ഇൻഡെപ്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ശ്രദ്ധിക്കുക, ഇതേപോലെയല്ല, ഈ 7 കമ്മിറ്റികൾ പോലെയല്ല. 8ാമത്തെ കമ്മിറ്റി വലിയ കമ്മിറ്റിയാണ്. അതിന് കുറെ സബ് കമ്മിറ്റികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ സബ് കമ്മിറ്റി അടക്കം നമ്മൾ പഠിച്ചിരിക്കണം. 8ാമത്തെ കമ്മിറ്റിയുടെ പേര് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഇതിന് അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. ഓക്കെ, സോ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടും അതുപോലെ മൈനോറിറ്റിയുടെ അവകാശങ്ങളെ പറ്റിയിട്ടും ട്രൈബ്സിന്റെ അധികാരങ്ങളെ പറ്റിയിട്ടും അവകാശങ്ങളെ പറ്റിയൊക്കെ പഠിച്ച കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ
ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. അധ്യക്ഷൻ ആരാണ്? സർദാർ പട്ടേലാണ്. ഓക്കെ, നമ്മൾ ഒരു PSC ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഫാക്ട് കേട്ടിട്ടുണ്ടാകും. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിന്റെ കാരണം എന്താ? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മൗലികാവകാശങ്ങളെ പറ്റി പഠിച്ച അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ പട്ടേലായിരുന്നു. മാത്രമല്ല ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ 1934 പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ അതിന്റെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ട് എന്താക്കിയിട്ടുണ്ട്? മൗലികാവകാശ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ കറാച്ചി സമ്മേളനത്തിന് അധ്യക്ഷനും ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേലാണ്. ഓക്കെ, അപ്പൊ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസിന്റെ അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ കമ്മിറ്റിക്ക് സബ് കമ്മിറ്റികളുണ്ട്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി. ഓക്കെ, മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? HC മുഖർജി. നോർത്ത് ഈസ്റ്റിലുള്ള ട്രൈബൽ ഏരിയാസ്, ഓക്കെ, ആ ട്രൈബൽ ഏരിയാസ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഗോപിനാഥ് ബർദോലയാണ്. അതേപോലെ ആസാമിൽ, നോർത്ത് ഈസ്റ്റിലും ആസാമിലും ഒഴികെയുള്ള മറ്റു ട്രൈബൽ ഏരിയാസിന്റെ സബ് കമ്മിറ്റി, അതിന്റെ അധ്യക്ഷൻ ആരാണ്? AB തക്കാർ. ഓക്കെ അല്ലേ? സോ 5 സബ് കമ്മിറ്റികളെ പറ്റി പഠിക്കേണ്ട, 5 ഉണ്ട്, പക്ഷെ 5 അത്ര ഇമ്പോർട്ടന്റ് അല്ലേ, 4 പഠിച്ചാൽ മതി. ഓക്കെ, സോ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ പട്ടേൽ. ഈ കമ്മിറ്റിക്ക് എന്തുണ്ട്? സബ് കമ്മിറ്റികളുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ആരാണ്? JB കൃപലാനിയാണ് അധ്യക്ഷൻ. മൈനോറിറ്റി സബ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? HC മുഖർജി. ഓക്കെ, നോർത്ത് ഈസ്റ്റിലും ആസാമിലുമുള്ള ട്രൈബ്സ് ഏരിയാസിന്റെ സബ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ഗോപിനാഥ് ബർദോലയാണ്. ആസാമിലും നോർത്ത് ഈസ്റ്റിലും ഒഴികെയുള്ള മറ്റു ട്രൈബൽ ഏരിയാസിന്റെ സബ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? AB തക്കാറാണ്. ദാറ്റ്സ് അബൌട്ട് 8 മേജർ കമ്മിറ്റീസ്. ഓക്കെ അല്ലേ? ഇനി മേജർ കമ്മിറ്റികൾക്ക് പുറമെ കുറച്ച് മൈനർ കമ്മിറ്റികളുണ്ട്. അതൊന്നും അറിഞ്ഞിരിക്കാൻ നല്ലതാണ്, കാരണം എക്സാമിന് ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ KM മുൻഷി. അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ഇന്നത്തെ ദേശീയ പതാക വിഭാവനം ചെയ്ത കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫംഗ്ഷനെ പറ്റി പഠിച്ച കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? GV മാവുലങ്കർ. GV മാവുലങ്കറിന് പ്രത്യേകത ഉണ്ട്. എന്താണ്? സ്വന്തം ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കറാണ് ആര്? GV മാവുലങ്കർ. ഓക്കെ, അപ്പൊ GV മാവുലങ്കർ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഓക്കെ, അതുപോലെ അഡ്ഹോ കമ്മിറ്റി ഓൺ സുപ്രീം കോടതിയെ പറ്റി പഠിച്ച കമ്മിറ്റിയാണ് ഇത്. ഏതാണ്? കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് S വരദാചാരി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗമല്ല കേട്ടോ. ഓക്കെ, അപ്പൊ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ പറ്റി പഠിച്ച കമ്മിറ്റിയാണ് അഡ്ഹോ കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട്, അധ്യക്ഷൻ S വരദാചാരി. ഓക്കെ, ദെൻ കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ഏരിയാസിനൊക്കെ പറ്റി പഠിച്ച കമ്മിറ്റി, അതിന്റെ അധ്യക്ഷനാണ് പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, അതേപോലെ എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അധ്യക്ഷനാരായിരുന്നു നളിനി രഞ്ജൻ സർക്കാർ. ഓക്കെ, PSCയുടെ ഏതോ ഒരു എക്സാമിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, നോട്ട് ചെയ്യാം. അതായത് എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അധ്യക്ഷൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആരാണ്? നളിനി രഞ്ജൻ സർക്കാരാണ്. ഓക്കെ, അടുത്ത ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ ആരാണ്? SK ദാറാണ്. ഓക്കെ, ഇതിന് നമ്മൾ SK ദാറിന്റെ പിന്നെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷനെ പറ്റിയിട്ട് നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 1 എടുക്കുന്ന സമയത്ത് ഇൻഡത്തിൽ പറഞ്ഞു, അവിടെ ആവശ്യം തരും, അപ്പൊ തന്നെ പഠിച്ചുക. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? SK ദാറാണ്. ഓക്കെ, അതുപോലെ സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡ്രാഫ്റ്റ് കമ്മിറ്റി തയ്യാറാക്കിയ നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് പിന്നെ പരിശോധിച്ച സ്പെഷ്യൽ കമ്മിറ്റി, അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ. അഡ്ഹോ കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ്, പൗരത്വത്തെ പറ്റിയൊക്കെ പഠിച്ച കമ്മിറ്റി, അധ്യക്ഷൻ ആരായിരുന്നു? S വരദാചാരി. ഓക്കെ അല്ലേ? അപ്പൊ 17ഓളം പിന്നെ മൈനർ കമ്മിറ്റി ഉണ്ട്. 17 പഠിക്കണ്ട. ഓക്കെ, ഇതിൽ 10 ഇമ്പോർട്ടന്റ് ഉള്ളൂ. പിന്നെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇൻഡെപ്തിൽ പഠിച്ചോട്ടെന്ന് കരുതിയാണ് 13 കമ്മിറ്റിയും ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മേജർ കമ്മിറ്റികളും അതിന്റെ അധ്യക്ഷന്മാരും, ഓക്കെ, മൈനർ കമ്മിറ്റികളും അതിന്റെ അധ്യക്ഷന്മാരും വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അപ്പൊ നമ്മൾ ധാരാളം മേജർ കമ്മിറ്റികളെ പറ്റും മൈനർ കമ്മിറ്റികളെ പറ്റിയൊക്കെ പഠിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്.
ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താക്കാം, ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്? 1947 ഓഗസ്റ്റ് 29. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 14 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ത് രൂപീകരിച്ചത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ 1947 ഓഗസ്റ്റ് 29 രൂപീകരിച്ചത്. നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റ് തയ്യാറാക്കുക, അതായത് നമ്മൾ ധാരാളം മേജർ കമ്മിറ്റികളെ പറ്റി പറഞ്ഞു, ധാരാളം മൈനർ കമ്മിറ്റികളെ പറ്റിയൊക്കെ പറഞ്ഞു. ഈ മേജർ കമ്മിറ്റികളും മൈനർ കമ്മിറ്റികളും അവരുടെ മേഖലകളിൽ ഇൻഡെപ്ത് ആയിട്ട് എന്താക്കിയിട്ടുണ്ട്, പഠനം നടത്തിയിട്ട് അവരവരുടെ ശുപാർശകൾ ആർക്ക് കൊടുത്തു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൊടുത്തു. അപ്പൊ മേൽ കമ്മിറ്റികളുടെ മേജർ കമ്മിറ്റികളുടെയും മൈനർ കമ്മിറ്റികളുടെ എല്ലാം റെക്കമെൻഡേഷനുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ, അതിന്റെ അടിസ്ഥാന രൂപം എഴുതി തയ്യാറാക്കിയ കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണുള്ളത്. ഓക്കെ അല്ലേ? ആരൊക്കെയാണ്? ഒന്ന്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അംബേദ്കർ ആയിരുന്നു. ഇതിന്റെ അടുത്ത അംഗങ്ങൾ, ചെയർമാന് പുറമേയുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ കെ എം മുൻഷി, സെയ്ദ് മുഹമ്മദ് സാദുള്ള. ഓക്കെ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇനി ശ്രദ്ധിക്കാം, എൻ മാധവറാവു. എൻ മാധവറാവു 6ാമത്തെ അംഗമാണ്. പക്ഷെ ഒറിജിനലി എൻ മാധവറാവു അല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആരായിരുന്നു? ബി എൽ മിത്തർ ആയിരുന്നു. ബി എൽ മിത്തറിന് പിന്നീട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ബി എൽ മിത്തർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എന്ത് ചെയ്തു? രാജിവെച്ചു. അങ്ങനെ ബി എൽ മിത്തർ പോയതിന് പകരമായിട്ടാണ് ആര് വന്നത്? എൻ മാധവറാവു വന്നത്. അതേപോലെ ടി ടി കൃഷ്ണാചാരി ഉണ്ട്. ടി ടി കൃഷ്ണാചാരി നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ടി ടി കൃഷ്ണാചാരി. ഒറിജിനലി ടി ടി കൃഷ്ണാചാരി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, മറിച്ച് ആരായിരുന്നു? ഡി പി കൈത്താൻ ആയിരുന്നു. ഡി പി കൈത്താൻ പിന്നീട് എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഓക്കെ, ടി പി കൈത്താൻ മരണപ്പെട്ടപ്പോൾ ഡി പി കൈത്താന് പകരമാണ് ആര് വന്നത്? ടി ടി കൃഷ്ണാചാരി വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളുണ്ട്. ആരൊക്കെയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ കെ എം മുൻഷി, സെയ്ദ് മുഹമ്മദ് സാദുള്ള, എൻ മാധവറാവു, ടി ടി കൃഷ്ണാചാരി. ഓക്കെ അല്ലേ? അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളെയും എന്താക്കിയിരിക്കണം? അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ള കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരെ മാത്രം അറിഞ്ഞാൽ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളെയും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാ കമ്മിറ്റികളിൽ നിന്നും റെക്കമെൻഡേഷൻസ് എല്ലാം സ്വീകരിച്ചുകൊണ്ട്, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ കേട്ടാൽ മാത്രം മതി, എഴുതണം എന്നില്ല. ഓക്കെ, നിങ്ങൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ബാക്കി എല്ലാ കമ്മിറ്റികളുടെ കയ്യിൽ നിന്നും ഡ്രാഫ്റ്റ് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി. അതായത് 1947 ഓഗസ്റ്റ് മാസം 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. ഓക്കെ, ഏകദേശം ഒരു 6 മാസത്തോളം എടുത്ത്, ഓക്കെ, മറ്റെല്ലാ കമ്മിറ്റികളുടെ കയ്യിൽ നിന്ന് റെക്കമെൻഡേഷൻസ് എല്ലാം സ്വീകരിച്ചുകൊണ്ട് 1948 ഫെബ്രുവരി ആയപ്പോഴേക്കും, ഏകദേശം ഒരു 6 മാസം എടുത്തപ്പോഴേക്കും എന്ത് ചെയ്തു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഓക്കെ, സോ 1947 ഓഗസ്റ്റിലാണ് വന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, 6 മാസമായി. 6 മാസം കൊണ്ട് ഇവരെന്താക്കി? ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഓക്കെ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അവർ ചെയ്തത് ഇന്ത്യൻ ജനതയുടെ മുന്നിൽ വെച്ചു. ഓക്കെ, സോ ഫ്രണ്ട്സ്, അങ്ങനെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ജനങ്ങളെ മുന്നിൽ വെച്ചു. ജനങ്ങൾക്ക് ഏകദേശം ഒരു 8 മാസത്തോളം സമയം കൊടുത്തു. അതായത് 1948 ഫെബ്രുവരിയിലാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. എന്നിട്ട് ജനങ്ങൾക്ക് ഒരു 8 മാസം സമയം കൊടുത്തു. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. 1948 ഒക്ടോബർ മാസം വരെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചർച്ച ചെയ്യാനും ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം കൊടുക്കാനും പറ്റി. അങ്ങനെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ എല്ലാം സ്വീകരിച്ചുകൊണ്ട് 1948 ഒക്ടോബർ മാസം ഭരണഘടനാ നിർമ്മാണ സമിതി സെക്കൻഡ് ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ 1947 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. ഏകദേശം 6 മാസത്തോളം എടുത്ത് 1948 ഫെബ്രുവരിയിൽ അവരെന്ത് ചെയ്തു? ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ഫസ്റ്റ് ഡ്രാഫ്റ്റിനെ പറ്റി പഠിക്കാൻ ജനങ്ങൾക്കൊരു അവസരം കൊടുത്തു. അങ്ങനെ ഇന്ത്യയിലെ ജനത ഏകദേശം ഒരു 8 മാസത്തോളം നമ്മുടെ ഭരണഘടനയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ത് ചെയ്തു? അതിനെപ്പറ്റി പഠിക്കുകയും ആവശ്യമുള്ള റെക്കമെൻഡേഷൻസ് നൽകുകയും ചെയ്തു. ദെൻ ജനങ്ങളിൽ നിന്നുള്ള ശുപാർശകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് 1948 ഒക്ടോബർ മാസം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെക്കൻഡ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും ഈ സെക്കൻഡ് ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മുമ്പിൽ വെക്കുകയും ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് വരുന്നത്.
സോ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മുമ്പാകെ സെക്കൻഡ് ഡ്രാഫ്റ്റ് വെച്ചതിന് ശേഷം ഉദ്ദേശം 1 വർഷത്തോളം, വ്യക്തമായി പറഞ്ഞാൽ 1949 നവംബർ മാസം വരെ ഏകദേശം ഒരു 11 മാസത്തോളം ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ സെക്കൻഡ് ഡ്രാഫ്റ്റിനെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുകയും ആവശ്യമുള്ള അമെൻമെന്റുകൾ നമ്മുടെ ഭരണഘടനയിലെ ഓരോ ക്ലൗസും ക്ലൗസ് ബൈ ക്ലൗസ് ആയിട്ട് വായിക്കുകയും ആവശ്യമുള്ള അമെൻമെന്റുകളെല്ലാം കൊണ്ടുവന്ന് 1949 നവംബർ മാസമായപ്പോഴേക്കും എന്ത് ചെയ്തു, ഭരണഘടന ഫുള്ളായി അരിച്ചു പെറുക്കി ആവശ്യമുള്ള അമെൻമെന്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ ഭരണഘടന അതിന്റെ ഫൈനൽ ഷേപ്പിലെത്തി. അവസാനം 1949 നവംബർ 26-ന് നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയുടെ പണി പൂർത്തിയായി അതിലെല്ലാ അംഗങ്ങളും ഒപ്പുവെക്കുകയും ഭരണഘടന അഡോപ്റ്റ് ചെയ്യുകയും അഥവാ സ്വീകരിക്കുകയും ചെയ്തു. ഓക്കെ അല്ലെ? അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയെ ഷേപ്പ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലെ? അപ്പൊ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പറയാം. 1947 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. 1948 ഫെബ്രുവരിയിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി. 1948 ഒക്ടോബറിൽ സെക്കൻഡ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി. 1949 നവംബറിൽ ഭരണഘടനയുടെ പണിയെല്ലാം പൂർത്തിയായി. 1949 നവംബർ 26-ന് ഭരണഘടനയുടെ എല്ലാ പണിയും പൂർത്തിയാക്കി. അന്ന് ഹാജരായവരെല്ലാം ഭരണഘടനയിൽ ഒപ്പുവെച്ചു. സോ 1949 നവംബർ 26-ന് ഭരണഘടനയുടെ പണി പൂർത്തിയായി, അതിൽ ഒപ്പുവെച്ച് ഭരണഘടന എന്താക്കി, സ്വീകരിച്ചു. ഓക്കെ അല്ലെ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ എല്ലാ പണിയും പൂർത്തിയായി. ഭരണഘടനയിൽ ഭരണഘടന നിർമ്മാണ സമിതിയിൽ അംഗങ്ങൾ ഒപ്പുവെച്ച തീയതിയാണ് 1949 നവംബർ 26. ഇന്നേ ദിവസം തന്നെ നമ്മൾ എന്താക്കി, ഭരണഘടന സ്വീകരിച്ചു. അപ്പം ഭരണഘടന അഡോപ്റ്റ് ചെയ്ത തീയതി സ്വീകരിച്ച തീയതി എന്നാ 1949 നവംബർ 26. ഓക്കെ, അപ്പം ഭരണഘടന അഡോപ്റ്റ് ചെയ്ത തീയതി 1949 നവംബർ 26 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അപ്പം ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ടുള്ള പ്രിയാമ്പിളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഭരണഘടന അഡോപ്റ്റ് ചെയ്ത തീയതി വേറെ, ഭരണഘടന നിലവിൽ വന്ന തീയതി വേറെ, രണ്ടാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ഓക്കെ, അപ്പൊ 1949 നവംബർ 26-ന് നമ്മുടെ ഭരണഘടനയുടെ എല്ലാ പണിയും പൂർത്തിയായി. അതിൽ ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെല്ലാം ഒപ്പുവെച്ചു. നമ്മുടെ ഭരണഘടന നമുക്ക് എന്ത് ചെയ്തു, സ്വീകരിച്ചു. സോ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത തീയതി 1949 നവംബർ 26-നാണ്. അന്നേ ദിവസം ഹാജരായത് ഔട്ട് ഓഫ് ദ ടോട്ടൽ 299 members of the assembly, only 284 were actually present on that day and signed the constitution. മൊത്തമുള്ള 299 അംഗങ്ങളിൽ അന്ന് ഹാജരായത് 284 പേരാണ്. ഓക്കെ അല്ലെ? മൊത്തം 299 അംഗങ്ങളാണ്ടായിരുന്നു. അതിൽ 284 പേരാണ് എന്താക്കിയത്, ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. സാറ് തുടക്കം പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മൊത്തം 389 അംഗങ്ങളാണ്. ഇപ്പൊ സാറ് പറയുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ 299 പേരേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ നമുക്ക് ആദ്യം അത് ക്ലിയർ ചെയ്തിട്ട് പോവാം. നമുക്കറിയാം നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് 1946 നവംബറിലാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത്. അന്ന് മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 389 പേരുണ്ടായിരുന്നു. പക്ഷേ 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അല്ലെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മാത്രമല്ല കിട്ടത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം രണ്ടായി ഡിവൈഡ് ചെയ്തു. ഓക്കെ, പാകിസ്ഥാൻ എന്ന് പറയുന്ന പുതിയ കൺട്രി കൂടി വന്നു. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഓൾറെഡി നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ എന്ന് പറയുന്ന പുതിയ രാജ്യം വന്നപ്പോൾ പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ നിന്നുള്ള 90 പേരെന്ത് ചെയ്തു, ഭരണഘടന നിർമ്മാണ സമിതിയിൽ നിന്നും പോയി. അപ്പൊ 389 നിന്നും 90 പേര് 1947 ഓഗസ്റ്റ് 15-ന് പോയി. ബാക്കി എത്ര പേരുള്ളത്? 299 പേരാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഒറിജിനലി 389 ഉണ്ടായിരുന്നു. പക്ഷെ 1947 ഓഗസ്റ്റ് 15-ന് പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ നിന്നുള്ള 90 പേര് പോയതോടുകൂടി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇപ്പം എത്ര ഉണ്ടായിരുന്നത്? 299 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 299 പേരിൽ അന്ന്, അതായത് 1949 നവംബർ 26-ന് ഹാജരായത് 284 പേരാണ്. ആ 284 പേരെന്ത് ചെയ്തു, ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ഓക്കെ അല്ലെ? അപ്പം 1949 നവംബർ 26-ന് ഭരണഘടന നമ്മൾ എന്ത് ചെയ്തു, സ്വീകരിച്ചു. ഓക്കെ അല്ലെ? ഈ ഡേറ്റ് ആണ്, അതായത് 1949 നവംബർ 26-ആണ് നമ്മുടെ ഭരണഘടന ആമുഖമായിട്ടുള്ള പ്രിയാമ്പിൾ വ്യക്തമാക്കുന്നത്. അത് നമുക്ക് പ്രിയാമ്പിൾ പഠിക്കുമ്പോൾ ഇൻഡെപ്തിൽ പഠിക്കാം. ഓക്കെ അല്ലെ?
അപ്പൊ ശ്രദ്ധിക്കൂ, 1949 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 1949 നവംബർ 26-ന് ഭരണഘടനയുടെ പണിയെല്ലാം പൂർത്തിയായി അല്ലെ. 1946 ഡിസംബർ 9-നാണ് ഫസ്റ്റ് മീറ്റിംഗ്. 1949 നവംബർ 26-ന് ഭരണഘടനയുടെ എല്ലാ പണിയും പൂർത്തിയായി. അപ്പൊ നമ്മുടെ ഭരണഘടന പൂർത്തിയാക്കാൻ നമ്മൾ എത്ര ദിവസം എടുത്തു? വ്യക്തമായി പറഞ്ഞാൽ 1946 ഡിസംബർ 9 മുതൽ 1949 നവംബർ 26 വരെ എത്ര ദിവസങ്ങളുണ്ട്? എത്ര ദിവസം ഭരണഘടന പൂർത്തിയാക്കാൻ എടുത്തത്? എത്രയാണ്? 2 വർഷവും 11 മാസവും 18 ദിവസവും. ഓക്കെ അല്ലെ? നമ്മുടെ ഭരണഘടന പണി പൂർത്തിയായി നമ്മൾ എടുത്ത സമയം എത്രയാണ്? 2 വർഷവും 11 മാസവും 18 ദിവസവും ഭരണഘടനാ നിർമ്മാണ സമിതി പണിയെടുത്തിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടന വന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടന പൂർത്തിയാക്കാൻ എടുത്ത സമയത്ത് 2 വർഷവും 11 മാസവും 18 ദിവസവും. 3 കൊല്ലാവൻ 13 ദിവസം ബാക്കി എന്ന് പഠിച്ചാലും മതി. ഓക്കെ, എങ്ങനെ പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ പണി പൂർത്തിയായത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. ഇനി നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പദം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ഉപയോഗിക്കുക. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു പദം ഇനി പല ക്ലാസ്സുകളിലായിട്ട് ഞാൻ ഉപയോഗിക്കും. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഓക്കെ അല്ലെ? നിലവിൽ വന്ന സമയത്തുള്ള നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്തുള്ള ഭരണഘടനക്കാണ്. അതായത് പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് കുറെ അമെന്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അമെന്റ്മെന്റുകൾക്ക് മുമ്പ് ഓക്കെ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്തുള്ള ഭരണഘടനക്കാണ് എന്താ പറയുക? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ഒറിജിനൽ സ്ട്രക്ചർ എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഭരണഘടനയിലുള്ളത്? ഒരു പ്രിയാമ്പിളും 22 പാർട്സുകളും 12 ഷെഡ്യൂളുകളും 395 ആർട്ടിക്കിൾസും ഉൾക്കൊള്ളുന്ന വിശാലമായ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ഇന്ത്യൻ ഭരണഘടന. ഇപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് അതായത് 1950 ജനുവരി 26-ന് നമ്മുടെ ഭരണഘടനയുടെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? ഒരു പ്രിയാമ്പിളും 22 പാർട്സും 12 ഷെഡ്യൂളും 395 ആർട്ടിക്കിൾസുമായിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ പുറകെ പഠിക്കും. ടെൻഷൻ ആവണ്ട. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. ഇനി ശ്രദ്ധിക്കാം, 1949 നവംബർ 26-നാണ് നമ്മുടെ ഭരണഘടന നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. പക്ഷെ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഓക്കെ, അതെന്താണോ 2 ഡേറ്റ്? 1949 നവംബർ 26-ന് ഭരണഘടന സ്വീകരിച്ചുവെങ്കിലും 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. അതിന് 2 ഡേറ്റ്. ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഡൗട്ട് അവിടെ ഉയർന്നു വരുന്നത്, 1949 നവംബർ 26-ന് ഭരണഘടനയുടെ എല്ലാ പണിയും പൂർത്തിയായി എങ്കിൽ അന്ന് തന്നെ ഭരണഘടന നിലവിൽ വന്നാൽ പോരെ? 2 മാസം കാത്തു നിന്ന് 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരുത്തിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ജനുവരി 26-ന് എന്തോ ഒരു പ്രാധാന്യമുണ്ട് അല്ലെ? ആ പ്രാധാന്യം എന്താണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പം 1949 നവംബർ 26-ന് ഭരണഘടനയുടെ പണിയെല്ലാം പൂർത്തിയായി എങ്കിലും 2 മാസം കാത്തു നിന്ന് 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. അപ്പൊ ജനുവരി 26-ന് ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ജനുവരി 26 വരെ കാത്തു നിന്ന് അന്നേ ദിവസം എന്താക്കിയത്? ഭരണഘടന നിലവിൽ വരുത്തിയത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ 1929 കോൺഗ്രസിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലാഹോർ സമ്മേളനം നടന്നു. ആ ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് കോൺഗ്രസ് നിർണായകമായിട്ടുള്ള 3 തീരുമാനങ്ങൾ എടുത്തു. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള 3 തീരുമാനങ്ങൾ എന്ന് കോൺഗ്രസ് എടുത്തു. അതിലൊന്നാമത്തെ തീരുമാനമായിരുന്നു പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ അഥവാ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അപ്പൊ അത്രയും കാലം കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് കോൺഗ്രസിന് ആവശ്യമില്ല. പക്ഷെ 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് അഥവാ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചു. ഇന്ത്യ വേറെ ബ്രിട്ടൻ വേറെ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം, ആ ഒരു പ്രഖ്യാപനം ആര് നടത്തി? അഥവാ പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ ആര് നടത്തി? കോൺഗ്രസ് നടത്തി. രണ്ടാമത്തെ തീരുമാനം എന്താ? 1930-കളിൽ കോൺഗ്രസ് എന്താരംഭിക്കും? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അഥവാ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അഥവാ ഉപ്പ് സത്യാഗ്രഹം കോൺഗ്രസ് ആരംഭിക്കും. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ത് ചെയ്യും?
കോൺഗ്രസ് അംഗീകരിക്കും. അതേപോലെ മൂന്നാമത്തെ തീരുമാനം വളരെ നിർണായകമാണ്. 1930 ജനുവരി 26, ഓക്കെ, 1930 ജനുവരി 26 എന്ത് ചെയ്യും? കോൺഗ്രസ് സ്വതന്ത്ര ദിനമായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ എന്താക്കും? ആചരിക്കും. കാരണം പൂർണ്ണ സ്വരാജ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൊട്ടടുത്ത മാസം 1930 ജനുവരി 26 കോൺഗ്രസ് എന്താക്കും? ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്, ഫസ്റ്റ് സ്വതന്ത്ര ദിനമായിട്ട് എന്ത് ചെയ്യും? ആഘോഷിക്കും എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള 3 തീരുമാനം എടുത്തു. ഒന്ന് പൂർണ്ണ സ്വരാജ്യ ഡിക്ലറേഷൻ, 2 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, 3 1930 ജനുവരി 26 എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ എന്ത് ചെയ്യും? ആചരിക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തു. ഈ മൂന്നാമത്തെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 1930 ജനുവരി 26 രവി നദിയുടെ തീരത്ത് വെച്ചിട്ട് കോൺഗ്രസ് ഒരു സമ്മേളനം നടത്തുകയും ആ സമ്മേളനത്തിൽ വെച്ചിട്ട് അന്നത്തെ ദേശീയ പതാക ഉയർത്തുകയും ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആചരിക്കുകയും ചെയ്തു. ഓക്കെ അല്ലെ? അപ്പൊ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വതന്ത്ര ദിനം ആഘോഷിച്ചത് 1930 ജനുവരി 26 ആയിരുന്നു. സോ ഈ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ എന്നെന്നും ഓർമ്മിക്കാൻ വേണ്ടിയാണ്, അതായത് കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 2 മാസം കാത്തു നിന്ന് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുത്തിയത്. ഓക്കെ അല്ലെ? അപ്പോൾ 1929 കോൺഗ്രസിന് ലാഹോർ സമ്മേളനത്തിലെടുത്ത 3 തീരുമാനം, അതിൽ 3ാം തീരുമാനമായിട്ടുള്ള സ്വതന്ത്ര ദിനം ആഘോഷിക്കൽ 1930 ജനുവരി 26 ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേയെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 2 മാസം കാത്തു നിന്ന് 1950 ജനുവരി 26 ഫസ്റ്റ് സ്വതന്ത്ര ദിനം നമ്മൾ എന്താക്കിയത്? ആഘോഷിച്ചത്. ഓക്കെ അല്ലെ? അപ്പോൾ 1949 നവംബർ 26 ഭരണഘടനയുടെ എല്ലാ പണിയും പൂർത്തിയായി എങ്കിലും 2 മാസം കാത്തു നിന്ന് 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുത്തിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം മറക്കരുത്. അപ്പൊ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 1949 നവംബർ 26. ബട്ട് ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഈ ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ആ ദിവസമാണ് നമ്മൾ എന്തായി ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്ത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സിമ്പൽ, ചിഹ്നം എന്തായിരുന്നു? ആനയായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇപ്പം കേരളത്തിന്റെ ദേശീയ ചിഹ്നം 2 ആനകൾ നിൽക്കുന്ന ചിത്രം കണ്ടില്ലേ? എന്ന പോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ദേശീയ ചിഹ്നം എന്തായിരുന്നു? എലിഫന്റ് ആയിരുന്നു. അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ, ഓക്കെ, ഒരു നിയമോപദേഷ്ടാവുണ്ട്. അതാരായിരുന്നു? വക്കീലായ BN റാവു ആയിരുന്നു. അതേപോലെ തന്നെ HBR അയ്യങ്കാർ ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരായിരുന്നു? SN മുഖർജി ആയിരുന്നു. അതുപോലെ നമ്മുടെ ഒറിജിനൽ ഭരണഘടന ആദ്യമായി കയ്യെഴുത്ത് പ്രതിയിൽ എഴുതിയത് നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയിലെ ചീഫ് കാലിഗ്രാഫർ ആരായിരുന്നു? പ്രേം ബിഹാരി നറൈൻ റൈസാദിയാണ്. പ്രേം ബിഹാരി നറൈൻ റൈസാദിയാണ് കൈപ്പടയിൽ നമ്മുടെ ഭരണഘടന എഴുതിയത്. ഓക്കെ. അതേപോലെ നമ്മുടെ ഭരണഘടനയിൽ ധാരാളം ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതായത് ഓരോ ചാപ്റ്ററിനും അതിന് അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ചിത്രകാരന്മാരാണ് നന്ദലാൽ ബോസും ബോഹർ റാം മനോഹർ സിൻഹയും. ഓക്കെ. അതേപോലെ നമ്മുടെ ഭരണഘടന ആമുഖമായിട്ടുള്ള പ്രിയാമ്പിൾ ചിത്രം വരച്ചത് ആരായിരുന്നു? ബോഹർ റാം മനോഹർ സിൻഹയാണ് കേട്ടോ. 2 ചിത്രകാരന്മാരുണ്ട്, ബോഹർ റാം മനോഹർ സിൻഹയും അതുപോലെ നന്ദലാൽ ബോസും. കാലിഗ്രാഫർ ആരായിരുന്നു? പ്രേം ബിഹാരി നറൈൻ റൈസാദയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഫാക്ടുകൾ. ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, എക്സാമിന് ഇൻ കേസ് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അപ്പൊ നമ്മൾ നമ്മുടെ ഭരണഘടനയെ വന്ന നാൾ വഴികളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് വേഗം റിവൈസ് ചെയ്ത് പോകാം. എന്താണ് ഒരു ഭരണഘടന എന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഭരണഘടനയുടെ ഒരു ചെറിയൊരു ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ട്രക്ചറുകളും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വർക്കിംഗ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡിസ്കസ് ചെയ്തു. മേജർ കമ്മിറ്റികളെയും മൈനർ കമ്മിറ്റികളെയും അതിന്റെ അധ്യക്ഷന്മാരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ ഭരണഘടന ഇനാക്ട് ചെയ്ത നാൾവഴികൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ എൻഫോഴ്സ്മെന്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഭരണഘടന നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കേണ്ട എല്ലാ വശങ്ങളും, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും
നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 1-2 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ദെൻ നിങ്ങൾ ക്ലാസ് കേട്ട് പഠിച്ചതിന് ശേഷം ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒരു യൂണിറ്റ് ടെസ്റ്റും നിങ്ങൾക്ക് നൽകും. ആ യൂണിറ്റ് ടെസ്റ്റും എന്താക്കണം, വളരെ ഇൻഡെപ്തിൽ എന്താക്കണം, നിങ്ങൾ പഠിച്ചു പോകണം. ലൈവ് ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കണം, ചോദിക്കണം. അങ്ങനെ ഭരണഘടന എന്നുള്ള ഒരു മാർക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താക്കണം, നമ്മൾ ഓരോ ഭാഗവും ക്ലിയർ ആയിട്ട് എന്താക്കണം, പഠിച്ചു പോകണം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ആൻസർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The time taken to make the constitution is 3 years, 11 months and 18 days. 2. The original constitution contains 1 preamble, 22 parts, 12 schedules and 395 articles. Choose the correct statement, one only, two only, both one and two, either one or two. Okay. So, നമ്മൾ പഠിച്ചു എന്താണ് നമ്മുടെ ഭരണഘടന എടുക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തത്. അല്ല, തെറ്റാണ്. എത്രയാണ്? 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതേപോലെ the original constitution contains 1 preamble, 22 parts, 12 schedules and 395 articles. ഒറിജിനൽ ഭരണഘടനയിൽ ഒരു പ്രിയാമ്പിളും 22 പാർട്സും 12 ഷെഡ്യൂളും 395 ആർട്ടിക്കിൾ എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. കാരണം എന്താ, ഒരു പ്രിയാമ്പിൾ ഉണ്ട് ശരിയാണ്, 22 പാർട്സ് ഉണ്ട് ശരിയാണ്, പക്ഷെ 12 ഷെഡ്യൂൾ അല്ല, മറിച്ച് എത്ര ഷെഡ്യൂളാണുള്ളത്? ഒറിജിനൽ ഭരണഘടനയിൽ 8 ഷെഡ്യൂളാണുള്ളത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഒന്നും തെറ്റ്, രണ്ടും തെറ്റ്. സോ ആൻസർ ഓപ്ഷൻ ഡി, നീദർ വൺ ഓർ ടു ആണ്. ഓക്കെ അല്ലേ? അതേപോലെ even if the constitution adopted on 26 November 1949, the constitution came into force on January 26, 1950. This is because of, on this day Congress celebrated as the day of Swaraj. B, on this day Bhagat Singh was hanged. C, on this day Congress passed the resolution of fundamental rights. D, on this day Congress celebrated the first day of independence 1930. 1949 നവംബർ 26 ഭരണഘടനയുടെ പണി പൂർത്തിയായത് എങ്കിലും സ്വീകരിച്ചത് എങ്കിലും ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 എന്തുകൊണ്ടാണ്? ഓക്കെ, നമ്മൾ പഠിച്ചെന്താണ്, 1930 ജനുവരി 26 നമ്മൾ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ എന്താക്കിയത്, ആചരിച്ചത്. അത് കമ്മറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 മാസം കാത്തുനിന്ന് 1950 ജനുവരി 26 ഭരണഘടന പാസ്സാക്കിയത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് സെക്രട്ടറി ടു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ സെക്രട്ടറി ആരായിരുന്നു? HBR അയ്യങ്കാർ, തെജ് ബഹാദൂർ സാബ്രു, BN റാവു, K. മുൻഷി. ആരാണ്? HBR അയ്യങ്കാർ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഫസ്റ്റ് സെക്രട്ടറി. ഓക്കെ, സോ BN റാവു ഉണ്ട്. BN റാവു ഓർക്കുക, BN റാവു എന്തായിരുന്നു? പിന്നെ ചീഫ് അഡ്വൈസർ ആയിരുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ചീഫ് അഡ്വൈസർ ആണ് ആര്? BN റാവു. പക്ഷേ സെക്രട്ടറി ആരാണ്? HBR അയ്യങ്കാർ ആണ്. പ്രസിഡന്റ് ആരാ? ഭരണഘടന നിർമ്മാണ സമിതിയിലെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ അല്ലേ? സോ ഫോർ ദ ടുഡേ. അപ്പം മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയൻ ഫീച്ചേഴ്സുകളാണ്. അങ്ങനെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും വളരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോവാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു ഓൾ.